നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അതിന് ഞാൻ കള്ളപ്പമാണ് ഉണ്ടാക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ഇത് വെള്ളയപ്പം എന്നും പറയുന്നുണ്ട്. ഞാനൊരു പച്ചരി എടുത്ത് 2 കപ്പ് പച്ചരിയാണ് ഇത് 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്നതാണ്. ഇതിന് വേണ്ടി സാധനങ്ങളൊക്കെ ഞാനൊരു മീഡിയം സൈസ് തേങ്ങയാണ് ഇത് എടുത്തിരിക്കുന്നത്. തേങ്ങ നല്ലതുപോലെ ചിരണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കപ്പി കാച്ചുന്നില്ല. അതിന് നമ്മൾ 2 വലിയ സ്പൂണ് ചോറ് വേണം. പിന്നെ ഒരു 4 ചെറിയ ഉള്ളി, ഒരു ചെറിയ സ്പൂണ് ജീരകം, 2 വെളുത്തുള്ളി. ഇതെല്ലാം നമ്മൾ ഒന്നിച്ച് മിക്സിയിൽ അരച്ചാൽ മതി. പിന്നെ 2 വലിയ സ്പൂണ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ സ്പൂൺ ഈസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമ്മളിത് ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഒത്തിരി നീണ്ടു പോവല്ലേ നമ്മളിത് അരയ്ക്കുമ്പം. നമ്മൾ കള്ളപ്പം ആയതുകൊണ്ട് നമ്മൾ ഒരു കുറച്ചൊന്ന് മുറുകിയിരിക്കുന്നത് പോലെ എടുക്കണം. ഒത്തിരി നീണ്ടു പോകല്ലേ, കുറച്ച് കുറുകിയിരുന്നാലേ ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലതുപോലെ ഇരിക്കുള്ളൂ. ഇതെല്ലാം കൂടെ ഞാനൊന്ന് മിക്സിയിൽ ആദ്യം അരയ്ക്കാം. നമുക്ക് ആദ്യം തന്നെ അരി ഇടാം. ഒന്നിച്ചരയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുത്താൽ മതി. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ തേങ്ങ ചേർക്കുകയാണ്. 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കുന്നതുകൊണ്ട് നമ്മൾ എല്ലാം പകുതി ഇപ്പം ഞാൻ ഇടുന്നത്. പകുതി തേങ്ങ ഇട്ട് കുറച്ചൊരു ജീരകവും 2 ഉള്ളിയും ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാം. പകുതി പഞ്ചസാരയും കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുകയാണ്. ഇപ്പം ഒരു ചെറിയ 1/4 ടീസ്പൂൺ നമ്മൾ ഒരു കുറച്ച് ഈസ്റ്റ് ഇട്ടാൽ മതി, ഒത്തിരി ഈസ്റ്റ് ഇടണ്ട. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാനിത് നല്ലതുപോലെ ഒന്ന് ആദ്യം വെള്ളം ഒഴിച്ച് മിക്സിക്കകത്ത് അരയ്ക്കാം. കുറച്ചൊരു വെള്ളം ഒഴിച്ച് നമ്മൾ അരച്ച് നോക്കണം. അരയുന്നില്ലെങ്കിൽ നമ്മൾ പിന്നെയും വെള്ളം ഒഴിച്ചാൽ മതി. നമുക്കിത് അരച്ചെടുക്കാം. നമ്മുടെ മാവ് നല്ല റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒരുവിധം കുറുകിയിരിക്കണം, നമ്മൾ തീരെ നീണ്ടു പോകരുത്. ഇനി നമ്മൾ ഇതൊരു പാത്രം വെച്ച് നല്ലൊരു ലിഡ് വെച്ച് അടച്ച് ഒരു 6 മണിക്കൂറെങ്കിലും നമ്മളിത് പൊങ്ങാൻ വെക്കണം. എങ്കിലേ അത് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. നമുക്കിത് അടച്ച് ഒരു 6 മണിക്കൂർ നമുക്ക് വെക്കാം. നമ്മുടെ മാവ് 6 മണിക്കൂർ കഴിഞ്ഞ് നമുക്കിതൊന്ന് പൊക്കി നോക്കാം. അടപ്പ് നല്ലതുപോലെ പുളിച്ച് റെഡി ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഓരോന്ന് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനൊരു നോൺ സ്റ്റിക്ക് പാനാണ് ഇതിനെടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ചെറിയ ചെറിയ കള്ളപ്പം ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഒരു പാനിനകത്ത് 3 എണ്ണം ഒഴിക്കുന്നുണ്ട്. രണ്ട് സൈഡും ഒന്ന് മറിച്ചിട്ട് നമുക്ക് എടുക്കണേ. നമ്മുടെ അപ്പം വെന്തിട്ടുണ്ട്. ഞാൻ എടുക്കുകയാണ് ഇതൊരു പ്ലേറ്റിലോട്ട്. ഇതുപോലെ നമുക്ക് ബാക്കി മാവും ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ കള്ളപ്പം റെഡിയാണ്. അപ്പത്തിന് ഞാൻ ബീഫ് കറിയാണ് എടുത്തിരിക്കുന്നത്. എല്ലാവർക്കും അവനവൻ്റെ ചോയ്സിന് കൂട്ടാം. കള്ളപ്പവും ബീഫ് കറി നല്ലൊരു കോമ്പിനേഷനാണ്. വളരെ ഈസിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം.